പ്രിയപ്പെട്ടവരെ, ഈരാറ്റുപേട്ടയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു നല്ല ദിവസമാണ്. അതിലുപരി ഈരാറ്റുപേട്ടയുടെ മഹത്തായ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പുതിയ പ്രവർത്തന പന്താവ് കൂടി വെട്ടിത്തെളിക്കപ്പെടുന്ന ഒരു പുതിയ രക്ഷാദൗത്യ സംഘം കൂടി രൂപം കൊള്ളുന്ന ദിവസം എന്നുള്ള നിലയിലാണ് ഇന്നൊരു നല്ല ദിവസമാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചത്. ഈരാറ്റുപേട്ടയുടെ ഏറ്റവും വലിയൊരു മുഖമുദ്ര എന്താണെന്ന് ചോദിച്ചാൽ, ഈ നാടിൻ്റെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എൻ്റെ ഉത്തരം മനുഷ്യത്വമാണ്. ഈരാറ്റുപേട്ടയുടെ മുഖമുദ്ര സ്വന്തം ജീവൻ തൃണവൽഗണിച്ചും അപരന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരുപറ്റം ആളുകളുടെ നാട്. ഒരു നാടിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ വിശേഷണമാണ്, ഏറ്റവും വലിയ അംഗീകാരമാണ് സ്വന്തം ജീവൻ അവഗണിച്ചും മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരുടെ നാട് എന്നുള്ളത്. ഒരുപക്ഷെ കേരളത്തിൽ ഒരിടത്തും ഇത്രയേറെ മനുഷ്യത്വവും നന്മയും സഹജീവി സ്നേഹവും വെച്ചു പുലർത്തുന്ന മനുഷ്യരുള്ള ഒരു നാടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല. അത് ഞാനിവിടുത്തെ MLA ആയതുകൊണ്ട് എൻ്റെ നാട്ടുകാരെ പുകഴ്ത്തി പറഞ്ഞു കളയാം എന്നുള്ള നിലയ്ക്കുള്ളൊരു ഭംഗിവാക്കല്ല, മറിച്ച് ആത്മാർത്ഥമായിട്ട് സൂചിപ്പിച്ചതാണ്. പ്രത്യേകിച്ച് ഏതാണ്ട് 3 പതിറ്റാണ്ടിൻ്റെ പൊതുപ്രവർത്തനത്തിനിടയിൽ കേരളത്തിലെ എല്ലാ പ്രദേശത്തെയും ജനജീവിതവുമായി ഇടപഴകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിലുപരി 10 വർഷക്കാലം കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ അംഗമായി അതിൽ വൈസ് പ്രസിഡന്റ്, പ്രസിഡന്റ് തുടങ്ങിയ ചുമതലകളൊക്കെ വഹിച്ച് ഈ ജില്ലയിലെ ഓരോ ഗ്രാമാന്തരങ്ങളുടെയും ഹൃദയത്തുടിപ്പുകൾ, സാമൂഹിക ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും അടുത്തുനിന്ന് നോക്കിക്കാണാനും ഇടപഴകാനും ഭാഗഭാക്കാവാനും കഴിഞ്ഞിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ തികച്ചും മനസാക്ഷിയോട് നീതി പുലർത്തിക്കൊണ്ട് സത്യസന്ധമായി ഞാൻ നടത്തിയ ഒരു പ്രസ്താവനയാണ് ഏറ്റവും കൂടുതൽ മനുഷ്യസ്നേഹികളുള്ള ഒരു നാടാണ് ഈരാറ്റുപേട്ട എന്നുള്ളത്. അതിന് ഒരു കണക്കുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ഉദാഹരണവും എൻ്റെ മുമ്പിലുണ്ട്. ഞാൻ 2018-19 കാലഘട്ടത്തിൽ കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷനായിരുന്നു. അന്ന് വലിയൊരു പ്രളയം നമ്മളൊക്കെ ഓർക്കുന്നുണ്ട്, നമ്മുടെ നാടിനെ ആകെ ഗ്രസിച്ചു. അപ്പൊ പ്രളയ ദുരിത ബാധിതരായ ആളുകളെ സഹായിക്കാൻ വേണ്ടി ജീവൻ രക്ഷാ വസ്തുക്കളും പണവും അവശ്യ വസ്തുക്കളും എല്ലാം സമാഹരിക്കാൻ ജില്ലാ പഞ്ചായത്ത് ഒരു തീരുമാനമെടുത്തു. കൂടെയുണ്ട് കോട്ടയം എന്ന പേരിൽ ആ പദ്ധതി അന്ന് ജില്ലാ ആസൂത്രണ സമിതിയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഞാൻ ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികളോടും തദ്ദേശ സ്ഥാപന ഭരണ സമിതികളോടും ഒരു കത്തിലൂടെ ഒരു കാര്യം ആവശ്യപ്പെട്ടു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും സമാഹരിക്കാൻ കഴിയുന്ന സഹായ സഹകരണങ്ങളും സാമഗ്രികളും സമാഹരിച്ച് ഇന്ന ദിവസത്തിനുള്ളിൽ കോട്ടയത്ത് ജില്ലാ പഞ്ചായത്തിൽ എത്തിക്കണം. അതേ തുടർന്ന് അതിനുവേണ്ടി യോഗങ്ങൾ കൂടി, തീരുമാനങ്ങൾ എടുത്തു, നടപടിക്രമങ്ങളൊക്കെ നടത്തി. ആ നിശ്ചിത ദിവസത്തിൽ കോട്ടയത്ത് 71 ഗ്രാമപഞ്ചായത്തുകളും 6 മുനിസിപ്പാലിറ്റികളുമുണ്ട്. എല്ലായിടത്തുനിന്നും അവശ്യ വസ്തുക്കളും മറ്റെല്ലാ മനുഷ്യ ജീവിതത്തിൽ രക്ഷാദൗത്യത്തിൽ സഹായിക്കുന്ന സംവിധാനങ്ങളും ഒരുക്കിയെത്തി. അവിടെ ഏറ്റവും അധികം സഹായം ഭക്ഷ്യവസ്തുക്കൾ, വസ്ത്രങ്ങൾ, മരുന്ന്, ഗൃഹോപകരണങ്ങൾ, പണം ഇവയെല്ലാം ഏറ്റവും അധികം എത്തിച്ചത് ഈരാറ്റുപേട്ടയിൽ നിന്നായിരുന്നു. അതിൻ്റെ എല്ലാം രേഖകളും കണക്കുകളും ഉള്ളതാണ്.
ഇവിടെ നിന്ന് വന്നതിൻ്റെ ഒരു 75% പോലും മറ്റ് ഒരിടത്ത് നിന്നും ലഭിച്ചില്ല. എന്ന് പറഞ്ഞാൽ മറ്റാരെയും മോശക്കാരാക്കാനോ അവരാരും മനുഷ്യത്വമില്ലാത്തവരാണെന്ന് പറയാനൊന്നും അല്ല ഞാൻ പറഞ്ഞു വെച്ചത്. എല്ലായിടത്തു നിന്നും സഹായമൊക്കെ കിട്ടി. പക്ഷേ മറ്റുള്ളിടത്ത് നിന്നെല്ലാം കിട്ടും. നമ്മളെക്കാൾ ഈരാറ്റുപേട്ടയേക്കാൾ 10 മടങ്ങ് സമ്പന്നമായ ഒട്ടേറെ പ്രദേശങ്ങൾ ഈ ജില്ലയിലുണ്ട്. അപ്പോൾ അതിനെല്ലാം കവച്ചു വെച്ചുകൊണ്ട് ഒരു ദുരിതത്തിൽ, ഒരു പ്രതിസന്ധിയിൽ, ഒരു വലിയ മനുഷ്യ സേവനം ആവശ്യമായ വന്ന ഘട്ടത്തിൽ ലഭിച്ച സഹായം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ. അന്ന് ഞാൻ ഈരാറ്റുപേട്ടയുടെ ജനപ്രതിനിധി അല്ല, കോട്ടയം ജില്ലയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എല്ലായിടത്തും ഒരു ഇടപെടൽ നേതൃത്വം ഉണ്ട് എന്നുള്ളതിനപ്പുറം. അപ്പൊ ആ ഉദാഹരണമൊക്കെ ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചത് മനുഷ്യത്വവും നന്മയും സഹജീവി സ്നേഹവും ഏറ്റവുമുള്ള ഒരു നാടും അത് മുഖമുദ്രയാക്കിയിട്ടുള്ള ഒരു നാടുമാണ് ഈ പ്രദേശമെന്നുള്ള സത്യസന്ധവും വസ്തുതാപരവുമായ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനാണ് ഞാനിത് ഇവിടെ പരാമർശിച്ചത്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നമ്മളിവിടെ രൂപീകരിക്കുന്നത് ടീം റെസ്ക്യൂ ഫോഴ്സ് ആണ്. നമുക്കറിയാം, റെസ്ക്യൂ എന്ന് പറഞ്ഞാൽ രക്ഷാപ്രവർത്തനം. അപ്പൊ ഇവിടെ വർഷങ്ങളായി ഈ പ്രവർത്തനം നടക്കുകയാണ്. മുൻപ് തന്നെ ടീം നന്മക്കൂട്ടവും ടീം എമർജൻസിയും ഒക്കെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. ഇപ്പൊ വീണ്ടും ഒരുപറ്റം ചെറുപ്പക്കാർ, ഒരുപറ്റം വ്യക്തിത്വങ്ങൾ ഈ പ്രവർത്തനത്തിന് മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളത് ഈരാറ്റുപേട്ടയുടെ മനുഷ്യ സ്നേഹത്തിന്റെ, നന്മയുടെ, സഹജീവികളോടും സമൂഹത്തോടുമുള്ള കരുതലിന്റെയും പ്രതിബദ്ധതയുടെയും ചേർത്തുപിടിക്കലിന്റെയും ഏറ്റവും വലിയ നേർസാക്ഷ്യമാണ് എന്ന് അടിവരയിട്ട് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ, അപകടങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ, ഇതാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഉണ്ടായാൽ അവിടെ ദൈവദൂതരെ പോലെ രക്ഷാദൗത്യവുമായി, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സ്വന്തം ജീവൻ അവഗണിച്ചും ഓടിയെത്താൻ ആളുണ്ടാവുക എന്നുള്ളത് ഒരു നല്ല സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഗുണമാണ്. നമ്മൾ കണ്ടു ഈയിടെ വയനാട്ടിൽ, എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ആധുനിക ഭാരതത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ ദുരന്തമാണ് മുണ്ടക്കയിലും ചൂരൽമലയിലും മറ്റും സംഭവിച്ചത്. ആ ദുരന്തത്തിലും ഈരാറ്റുപേട്ടയുടെ പ്രതിനിധികൾ പിറ്റേന്ന് തന്നെ അവിടെ എത്തി ആ രക്ഷാദൗത്യത്തിൽ പങ്കുചേർന്നത് സംസ്ഥാന ഗവൺമെന്റ് വരെ റെക്കഗ്നൈസ് ചെയ്ത വലിയ പ്രവർത്തനമായിരുന്നു. അതിൽപ്പെട്ട ആളുകൾ ഈ വേദിയിലും സദസ്സിലൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ ആ നിലയിൽ നമ്മുടെ കയ്യെത്തുന്ന ഏത് ദൂരത്തും, നമ്മുടെ കണ്ണെത്തുന്ന ഏത് ദൂരത്തും ഉണ്ടാകാവുന്ന ദുരന്ത മുഖങ്ങളിൽ സഹായഹസ്തവുമായി ഓടിയെത്തുന്നവരുടെ നാട് എന്നുള്ളൊരു ഖ്യാതി ഒരു നാടിന് ഏറ്റവും അഭിമാനത്തിന്റെ മുദ്ര ചാർത്തുന്നതാണ് എന്ന് അടിവരയിട്ട് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ, മുൻപ് ഇവിടെ ഇരിക്കുന്ന പ്രായമായ ആളുകൾക്കൊക്കെ അറിയാം, 50-60 വർഷം മുമ്പ് അല്ലെങ്കിൽ 40-50 വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ തമ്മിൽ കുറെ കൂടി സ്നേഹമുണ്ടായിരുന്നു, കുറെ കൂടെ സൗഹൃദമുണ്ടായിരുന്നു, കുറെ കൂടെ കൂട്ടായ്മയുണ്ടായിരുന്നു. ഒരു വീട്ടിലൊരു കാര്യം, ഒരു കല്യാണമാവട്ടെ, ഒരു മരണമാവട്ടെ, ഒരു മംഗളകർമ്മമാവട്ടെ, ആ പ്രദേശത്തെ എല്ലാവരും കൂടിച്ചേർന്നാണ് നടത്തുക. ഇന്നത്തേതുപോലെ ഇവന്റ് മാനേജ്മെന്റിനെയും അല്ലെങ്കിൽ അതുപോലെയുള്ള കേറ്ററിംഗ് സംവിധാനത്തെയും അതൊന്നും ആശ്രയിക്കുന്ന കുഴപ്പമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ആശ്രയിക്കുന്ന രീതി ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. മനുഷ്യർ തമ്മിലുള്ള വലിയ മനുഷ്യത്വപരമായ ബന്ധം ഒരു കുടുംബത്തിൽ പോലും ദൗർഭാഗ്യവശാൽ ഇന്ന് പഴയ കാലത്തെ ഊഷ്മളതയും ദൃഢതയും തീവ്രതയും ആഴവും പരപ്പും നമ്മുടെ ബന്ധങ്ങൾക്കില്ല. എല്ലാം യാന്ത്രികമാവുകയാണ്. ഇന്ന് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യുഗത്തിലാണ്.
റോബോട്ടിക് യുഗത്തിലാണ്. മനുഷ്യൻ ചെയ്യുന്ന ഏതാണ്ട് എല്ലാ ജോലികളും തന്നെ യന്ത്രങ്ങൾ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലെത്തിയപ്പോൾ മനുഷ്യ ജീവിതത്തിൽ നന്മയും സ്നേഹവും സാഹോദര്യവും കരുണയും ദീനാനുകമ്പയും എല്ലാം ഇല്ലെന്നായിക്കൊണ്ട് എല്ലായിടത്തും യാന്ത്രികതയും ഔപചാരികതയും നാട്യങ്ങളും. മുമ്പ് കവി പാടിയത് നാട്യപ്രധാനം നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധമെന്നാണെങ്കിൽ ദൗർഭാഗ്യവശാൽ ഈ കാലഘട്ടത്തിൽ നാട്ടിൻപുറവും നാട്യപ്രധാനമായി മാറിത്തീരുന്ന ഏറ്റവും തെറ്റായ ഒരു സമീപനമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മനുഷ്യരെ തമ്മിൽ വേർതിരിക്കുന്ന ജാതിയുടെയും മതത്തിന്റെയും പേരിൽ, കക്ഷിയുടെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ, സാമ്പത്തിക ഏറ്റക്കുറച്ചിലുകളുടെ പേരിൽ, ചെയ്യുന്ന തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ, എന്തിന് ശരീരത്തെ തൊലിയുടെ നിറത്തിന്റെ പേരിൽ പോലും ആളുകളെ വേർതിരിക്കുന്ന, നമ്മുടെ സമൂഹത്തെ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റുകളായി തിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ നാട് പോകുമ്പോൾ എങ്ങോട്ടാണ് നാം പോകുന്നത് എന്ന് മനുഷ്യത്വമുള്ളവരെല്ലാം ചിന്തിക്കേണ്ട ഒരു ഘട്ടത്തിലാണ്. ആ മനുഷ്യത്വത്തിന്റെ, സഹജീവി സ്നേഹത്തിന്റെ, ദൈവികമായിട്ടുള്ള വലിയ പുണ്യപ്രവൃത്തിയുടെ മഹത്വം ഉയർത്തിപ്പിടിക്കാൻ ഒരു നാടും ആ നാടിന്റെ ചെറുപ്പക്കാരും മുന്നോട്ട് വരുന്നത് എന്നുള്ളിടത്താണ് ഈ രാജ്യവേട്ടയുടെ നന്മയുടെ ഏറ്റവും വലിയ പ്രസക്തി എന്നുള്ളതാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാറുള്ളത്. ഇവിടെ ഈ ടീം റെസ്ക്യൂ ഫോഴ്സിൽ പരിണിതപ്രജ്ഞരായ ഒരു പറ്റം വ്യക്തിത്വങ്ങളാണ്. അതിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച ഒരു കാര്യം, 2 പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇതിന്റെ രക്ഷാധികാരികളായി, പ്രിയപ്പെട്ട അബ്ദുൾ ഖാദറും പ്രിയപ്പെട്ട TM റഷീദും. ഏതാണ്ട് പതിറ്റാണ്ടുകളായി, അല്ലെങ്കിൽ 10, 25, 30 വർഷങ്ങളായി ഈരാറ്റുപേട്ടയുടെ പൊതുജീവിതത്തിൽ, ഈരാറ്റുപേട്ടയുടെ സാമൂഹ്യ ജീവിതത്തിൽ, ഈരാറ്റുപേട്ടയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മേഖലകളിൽ കക്ഷി രാഷ്ട്രീയത്തിനും മറ്റെല്ലാ പരിഗണനകൾക്കും അതീതമായി നിറസാന്നിധ്യമായിട്ടുള്ള 2 വ്യക്തിത്വങ്ങളാണ് പ്രിയപ്പെട്ട അബ്ദുൾ ഖാദറും പ്രിയപ്പെട്ട TM റഷീദും. ദീർഘകാലം ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ, തങ്ങൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അമരക്കാരെന്നുള്ള നിലയിൽ ഈ ജനജീവിതത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളായി ഇഴുകിച്ചേർന്നിട്ടുള്ള 2 ആളുകൾ രക്ഷാധികാരികളായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട നൌഷാദും റബീസ് ഖാനും ആരിഫും, പരിണിതപ്രജ്ഞരായ സേവന പ്രവർത്തകർ, സാമൂഹിക സേവകർ, അവർ നേതൃത്വം നൽകുന്ന ഈ പ്രസ്ഥാനം ഏത് ഉദ്ദേശ ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നോ ആ ഉദ്ദേശ ലക്ഷ്യങ്ങളോട് അങ്ങേയറ്റം നീതി പുലർത്തിക്കൊണ്ട് മുന്നോട്ടു പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനങ്ങൾ ഏറ്റവും നന്നായി മുന്നോട്ട് പോകട്ടെ. ദുരന്തങ്ങളിൽ, ആപത്ഘട്ടത്തിൽ സഹായിക്കാൻ വേണ്ടി നമുക്ക് ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. പക്ഷെ അനിവാര്യമായ ദുരന്തങ്ങൾ സംഭവിച്ചാൽ അതിനെ നേരിടാൻ, അതിനെ അതിജീവിക്കാൻ, അതിന്റെ പുനരധിവാസവും പുനരുദ്ധാരണവും ഉറപ്പുവരുത്താൻ, ഇടപെടലുകൾ നടത്താൻ, നേതൃത്വം നൽകാൻ, നിഷ്കാമ കർമ്മം ഫലമിച്ഛിക്കാതെ, ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ ഫലമിച്ഛിക്കാതെ കർമ്മം ചെയ്യുവാൻ മുന്നോട്ട് വരുന്ന ഒരു പറ്റം ആളുകളായി നിങ്ങൾ മാറിത്തീരുന്നു എന്നുള്ളത് ഈ നാടിനേറെ അഭിമാനകരമാണ് എന്നുള്ളത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്ന ഈ എളിയ തുടക്കം ഏറ്റവും നല്ല നിലയിൽ ഈ നാടിന്റെ സംരക്ഷകരായി, ഈ നാടിന്റെ കാവൽ മാലാഖമാരായി, ഈ നാടിന്റെ രക്ഷാദൂതരായി, ആപത്ഘട്ടത്തിൽ ആപത് ബാന്ധവരായി നിങ്ങൾക്കായിത്തീരാനായിട്ട് കഴിയട്ടെ. മനുഷ്യത്വവും നന്മയും സ്നേഹവും ഉറവ വറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ മനുഷ്യത്വത്തിന്റെയും നന്മയുടെയും അനർഗളമായ പ്രവാഹം പുറപ്പെടുവിപ്പിക്കുന്ന മണ്ണായി, നാടായി ഈരാറ്റുപേട്ടയെ മാറ്റി തീർക്കുവാൻ, നിലനിർത്തുവാൻ, ജാതി മതത്തിനും മറ്റെല്ലാ വിഭാഗീയതകൾക്കും അതീതമായി മനുഷ്യൻ ഒന്നാണ് എന്നുള്ള ശരിയായ സന്ദേശം നമ്മുടെ നാട്ടിൽ ഊട്ടിയുറപ്പിക്കാൻ, അതിന്റെ സാഹോദര്യം, ബഹുസ്വരതയുടെ മനോഹാരിത
മതേതരത്വത്തിന്റെ സൗരഭ്യം, നന്മയുടെ ഏറ്റവും ഉജ്ജ്വലമായ പ്രകാശം അത് ഈ നാട്ടിൽ വിളങ്ങി നിൽക്കാൻ ഈ പ്രവർത്തനങ്ങൾക്കാകെ കഴിയട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി ഉദ്ഘോഷിച്ചുകൊണ്ട് പുതുതായി തുടക്കം കുറിച്ചിരിക്കുന്ന, അതോടൊപ്പം ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇവിടെ ഏറ്റവും നല്ലൊരു സന്ദേശം കൂടി ഇവിടെ മുന്നോട്ട് വയ്ക്കുകയാണ്. ലഹരിക്കെതിരായ പോരാട്ടം. നമ്മുടെ യുവതലമുറ ഇന്ന് കത്തിച്ചു വെക്കുന്ന വിളക്കിലേക്ക് പ്രകാശത്തെ സ്നേഹിച്ചുകൊണ്ട് പറന്നു ചെന്ന് അതിലേക്ക്, ആ തീയിലേക്ക് ചെന്ന് ചാമ്പലാകുന്ന ഈയാം പാറ്റകളെ പോലെ നമ്മുടെ യുവതലമുറ ചിറകരിഞ്ഞു വീഴുന്ന ഏറ്റവും വലിയ ദുരന്തമാണ് ലഹരി എന്ന് പറയുന്നത്. തന്നെ താനല്ലാതായി മാറുന്ന, എന്താണ് താൻ ചെയ്യുന്നതെന്നുള്ള വിവേചന ബുദ്ധി നഷ്ടപ്പെടുന്ന, മാതാപിതാക്കളെയും സഹോദരങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലേക്ക് ഒരു മനുഷ്യനെ വിഹ്വലതയുടെ, ആകുലതകളുടെ ഒരു മാസ്മരിക ലോകത്തേക്ക് കൊണ്ടുപോയി ജീവിതം ഹോമിപ്പിക്കുന്ന ദുരന്തത്തിനെതിരായ വലിയ പോരാട്ടം, അതിന് നേതൃത്വം കൊടുക്കുന്നത് കൂടി ഇപ്പോ ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ആപത്ഘട്ടത്തിൽ ഓടിപ്പോയി ജീവനും സ്വത്തും സംരക്ഷിക്കുക എന്നത് മാത്രമല്ല, സാമൂഹിക തിന്മകൾക്കെതിരെ, സാമൂഹിക വിപത്തുകൾക്കെതിരെ മാനവരാശിയും യുവതലമുറയും നേരിടുന്ന പ്രതിസന്ധികളിൽ പ്രതിരോധത്തിന്റെ കോട്ടകൾ തീർക്കാൻ, ധാർമ്മിക മൂല്യങ്ങളുടെ, ശരിയായ മാനുഷിക ധർമ്മങ്ങളുടെ, മനുഷ്യത്വത്തിന്റെ മൂല്യങ്ങൾ ഉദ്ദീപിപ്പിക്കാനും നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. അതിൻ്റെയൊക്കെ ബ്രാൻഡ് അംബാസിഡർമാരായി മാറാൻ കഴിയേണ്ടതുണ്ട്. അത് കഴിയുമെന്നും അത്തരം പ്രവർത്തനങ്ങളും നിങ്ങളുടെ അജണ്ടയുടെ ഭാഗമാണെന്നുള്ളതുമാണ് ഇവിടെ ശ്രീ ഫിലിപ്പ് മമ്പാടിനെ പോലെ ഈ രംഗത്ത് വളരെ പരിണിതപ്രജ്ഞനായ, ഈ രംഗത്ത് ശരിയായ അവബോധവും ശരിയായ കാഴ്ചപ്പാടും സന്ദേശവും പകർന്നു നൽകാൻ കോമ്പീറ്റന്റ് ആയിട്ടുള്ള, അതിനുള്ള പ്രാപ്തിയുള്ള ഒരു വ്യക്തിത്വത്തെ ഈ ഉദ്ഘാടന വേദിയിൽ ക്ലാസ് എടുക്കാൻ വിളിച്ചത് എന്നുള്ളത് കൂടി ഏറ്റവും മാതൃകാപരവും അഭിനന്ദനാർഹവുമാണ് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ പുതുതായി തുടക്കം കുറിച്ചിരിക്കുന്ന ജീവൻ രക്ഷാപ്രവർത്തനങ്ങൾ, സാമൂഹ്യ സേവനം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സാമൂഹിക തിന്മകൾക്കെതിരായിട്ടുള്ള പോരാട്ടം, ഇവയ്ക്കൊക്കെ വേണ്ടിയിട്ട് കൈകോർത്തുകൊണ്ട് മുന്നോട്ട് വന്ന പ്രിയപ്പെട്ട ഈ ചെറുപ്പക്കാരുടെ ടീമിനെ, അതുപോലെ പരിണിതപ്രജ്ഞരായ വ്യക്തിത്വങ്ങൾ, രക്ഷാധികാരികളായി നേതൃത്വം നൽകുന്ന ഈ പ്രഗത്ഭ ടീമിന് എല്ലാ ഭാവുകങ്ങളും ആശംസകളും, സമാന രീതിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുമായി കൈകോർത്ത് നിന്ന് പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് അഭികാമ്യമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി വെച്ചുകൊണ്ട് ഔപചാരികമായി ടീം റെസ്ക്യൂ ഫോഴ്സിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ്.